ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. പുറപ്പാട് 3 അധ്യായത്തിന്റെ 7-ാമത്തെ വചനം. പുറപ്പാട് 3:7. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ആമേൻ, സ്തോത്രം. നമുക്കൊരു സന്തോഷം, അതായത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു സന്തോഷം, അതീവ സന്തോഷം തരുന്നൊരു തിരുവഴുത്താണ് ഇപ്പം നമ്മളിവിടെ വായിച്ചത്. ആമേൻ, സ്തോത്രം. അതായത് ഇവിടെ നമുക്കറിയാം, മിസ്രയീമ്യരുടെ അല്ലെങ്കിൽ എന്താണ് തൻ്റെ മിസ്രയീമിലുള്ള തൻ്റെ ജനത്തിൻ്റെ കഷ്ടത ദൈവം പറയാണ്. ഞാൻ എന്ത് ചെയ്തു? കണ്ടു. ഹല്ലേലൂയ. ഞാൻ കണ്ടു. കാണുക മാത്രമല്ല, ഞാൻ കേട്ടു. അതുപോലെ തന്നെ എന്താണ്? അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അതേ ദൈവം മക്കളെ, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നവനാണ്. നമ്മുടെ ഹൃദയവേദനകൾ എന്താണ്? അറിഞ്ഞു മനസ്സിലാക്കുന്ന ഒരു അപ്പനാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. അതേപോലെ നമ്മളുടെ കഷ്ടത അവൻ എന്ത് ചെയ്യുന്നു? കാണുന്നവനാണ്. ഹല്ലേലൂയ. ആരും വന്ന് ദൈവത്തോട് പറയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ആരുടെയും റെക്കമെൻഡേഷൻ ഒന്നും ദൈവത്തിന് എന്ത് ചെയ്യില്ല, ആവശ്യമില്ല. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. കർത്താവിൻ്റെ സമയമാവുമ്പോൾ കർത്താവ് നമ്മുടെ എന്ത് ചെയ്യും? കഷ്ടത കാണും. ആമേൻ, സ്തോത്ര. നിലവിളി കേൾക്കും. നമ്മുടെ ഹൃദയവേദനകളെ അവൻ എന്ത് ചെയ്യും? അറിയും. ഹല്ലേലൂയ. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യും. അങ്ങനെ ഒരു എത്രയോ ശ്രേഷ്ഠനായ ഒരു ദൈവത്തെയാണ് നമ്മൾ അറിയുന്നത്, അല്ലേ? പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേദനകളും നിരാശകളും ആമേൻ, സ്തോത്ര, കഷ്ടതകളും മറ്റു നമ്മുടെ കൂടെ പിറപ്പുകൾ പോലും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും മനസ്സിലാക്കാത്ത പല സാഹചര്യങ്ങളും ഉണ്ട്, അല്ലേ? അപ്പം എല്ലാ കഷ്ടതകളും എല്ലാ അവസ്ഥകളും മനസ്സിലാക്കുന്ന ദൈവമാണ്. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ കാണുന്നവനായ ദൈവം. ഇവിടെ ദൈവം 2 വട്ടം പറയാണ്, മിസ്രയീമിലുള്ള തൻ്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു. അതേ ദൈവമക്കളെ, നമ്മളെ കാണുന്ന ദൈവം. ഇന്ന് നമുക്ക് അതിനെ ആ ഒരു വചനം മാത്രം നമുക്ക് എടുത്തൊന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് 16-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന ഒരു വ്യക്തി അവിടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതിന് 7 മുതൽ താഴേക്ക് നമുക്ക് വായിക്കുമ്പോൾ അവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവയുടെ അരികിൽ, ശൂര്യന് പോകുന്ന വഴി നീരുറവയുടെ അരികിൽ വെച്ച് അവളെ കണ്ടു. സാറായുടെ ദാസിയായ ഹാഗാർ. ഓക്കെ, സോ ഹാഗാർ എന്ന ആ ഒരു, അതായത് നമുക്കറിയാവുന്നതാണ് സാറയുടെ സഹോദരി. ഇതിൻ്റെ പശ്ചാത്തലവും ഇതിൻ്റെ ചരിത്രവും ഒക്കെ നമുക്കറിയാം. സാറായോട്ട് വഴക്കിട്ട് നമ്മുടെ ഹാഗാർ തൻ്റെ ആ ഭവനം വിട്ട് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ദൂതൻ അവളെ കാത്തു നിന്നാൽ സൂര്യനരികെ ആ നീരുറവയുടെ അവക്കൊരു നീരുറവയും കൂടെ ഒരുക്കി വെച്ച്, ആമേൻ, സ്തോത്രം, അവിടെ കഷ്ടത എന്താണ്, അവൾ എന്തുകൊണ്ടാണ് ആമേൻ, സ്തോത്രം, അവിടെ ഇറങ്ങിപ്പോകുന്ന എല്ലാം മുൻകൂട്ടി കണ്ട് ദൈവത്തിൻ്റെ ആത്മാവോടൊരു ദൂതനെ അയച്ച് എന്ത് ചെയ്യാണ്? അവൾ വരുന്നതിന് മുമ്പേ എന്ത് ചെയ്യുക? ആ ഒരു ദൂതൻ അവിടെ എന്ത് ചെയ്യാണ്? അവളെ കാത്തു നിൽക്കുവാണ്. ഹല്ലേലൂയ. അതിന് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ആ ദൂതൻ ഹാഗാറിനോട് പറയുന്നതെല്ലാം നമുക്ക് അവിടെ കാണാം, അല്ല? നീ നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങുക, അതുമല്ല ഞാൻ നിന്റെയും സന്തതി ഏറ്റവും വർദ്ധിപ്പിക്കെ അവളെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് ആമേൻ, സ്തോത്രം, അതിൻ്റെ 13 നമുക്ക് കാണാം. ഇതെല്ലാം കേട്ടിട്ട് ഹല്ലേലൂയ, ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ ആ ദൂതൻ ഹാഗാറിന് കൊടുത്തിട്ട് കൈമാറിയിട്ട് ആമേൻ, സ്തോത്രം, ആ ഹാഗാർ ഇപ്രകാരം പറയാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹാഗാർ ഇപ്രകാരം പറയാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. അതേ ദൈവമക്കളെ, ഹാഗാറിൻ്റെ ആ മനപ്രയാസം, ഹല്ലേലൂയ, തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ ആ ദുഃഖം എന്ത് ചെയ്തു? കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തൻ്റെ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ താൻ സഞ്ചരിച്ചപ്പോൾ സ്വന്തം പൈതലിൻ്റെ ആമേൻ, സ്തോത്ര, മരണം കാണണ്ട എന്നും പറഞ്ഞ് മുഖം തിരിച്ചു വെച്ച്, ആമേൻ, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുവാനില്ലാതെ വേണം ഒരു മാതാവ്, അല്ലേ, മുഖം തിരിച്ചു വെച്ച് ആമേൻ, സ്തോത്രം, കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അതിനു മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവൾക്ക് വേണ്ടി ആ മരുഭൂമിയിൽ ദൈവം എന്ത് ചെയ്തു? നീരുറവ ഒരുക്കി കൊടുത്തു.
അതേ ദൈവമക്കളെ, അവരെ കാണുന്നവനായ ഒരു ദൈവം അല്ലേ, അവൾക്ക് സ്വയം അവൾ അങ്ങനെ തന്നെയാണ് അവിടെ പറയുന്നത്. ആമേൻ സ്തോത്രം. എന്നെ കാണുന്നവൻ എന്ന അർത്ഥത്തിൽ ആ സ്ഥലത്തിന് എന്ത് ചെയ്തു, ഒരു പേര് ഇടുവാൻ ഇടയായിട്ട്. എന്താണ് എൽ റോയി എന്നാണ് ആ സ്ഥലത്തിന് എന്ത് ചെയ്തത്, പേര്. എൽ റോയി എന്നത് എന്നെ കാണുന്നവൻ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ ഹാഗാറിന്റെ കഷ്ടത എന്തെന്ന് കണ്ട് അവളുടെ ഹൃദയവേദന അറിഞ്ഞ് ആമേൻ സ്തോത്രം, അവിടെ ദൈവം അവിടെ ഹൃദയത്തെ കണ്ട് അവൾക്ക് എന്ത് ചെയ്തു, ഉത്തരമരുളുകയെ ചെയ്തു. ഹല്ലേലൂയ. ആ ഒരു കഷ്ടതയിൽ അവൾക്കൊരു നീരുറവ് ഒരുക്കി കൊടുത്തു. ആമേൻ സ്തോത്രം. ഇതേപോലെ നമുക്കറിയാം, ബൈബിള് പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം, തീച്ചൂളയുടെ നടുവിൽ ആമേൻ സ്തോത്രം, ശദ്രക് മേശക് അബേദ്നോവിനെ ദൈവം എന്ത് ചെയ്തു, കണ്ടു. ആമേൻ സ്തോത്രം, സിംഹക്കുഴിയിൽ ദാനിയേലിനെ യഹോവ കണ്ടു. ആമേൻ സ്തോത്രം. ബൈബിള് പഠിക്കുമ്പോൾ ഏലിയാവിനെ കണ്ടു. ദാവീദിന്റെ യുദ്ധത്തിൽ ഓരോ നിമിഷവും ദൈവം അവനെ കണ്ട് അവനോട് കൂടെ ഇരുന്നു. ആമേൻ സ്തോത്രം. ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന എന്താണ്, നിന്റെ ഏത് അവസ്ഥയിലും നമ്മളെ കാണുന്നവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ഇരിമ്യാവ് നമുക്കറിയാം 20 അധ്യായത്തിന്റെ 12 നമുക്കൊരു വചനമുണ്ട്. യഹോവയായ ദൈവം ഹൃദയങ്ങളെ അന്തരീന്ദ്രിയങ്ങളെ എന്ത് ചെയ്യുന്നു, കാണുന്നവൻ. ആമേൻ സ്തോത്രം. അതുമല്ല, അത് പോരാഞ്ഞിട്ട് ഓർക്കുക, നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്ന പാപങ്ങൾ വരെയും കാണുന്നത്, അതായത് നമ്മളെ 24 അവർ എന്ത് ചെയ്യാണ്, കണ്ടോണ്ടിരിക്കുന്ന ദൈവം. ഒരിക്കലും ഒരു ദൈവ പൈതൽ ഓർക്കൽ എൻ്റെ കഷ്ടതയും എൻ്റെ ദുഃഖവും മാത്രമല്ല ദൈവം കാണുന്നത്, നമ്മളെ ടോട്ടലി നമ്മൾ സൃഷ്ടിച്ച കർത്താവ് എന്ത് ചെയ്യുക, നമ്മളെ കണ്ടോണ്ടിരിക്കുക. ആമേൻ സ്തോത്രം. പൊതുവെ എല്ലാ വിശ്വാസികൾക്കും ഒരു ഇതുണ്ട്, എന്താണ്, ഒരു ചിന്ത, ഒരു മനോഭാവമുണ്ട്. ഞായറാഴ്ച മാത്രമാണ് ദൈവം എന്നെ കാണുന്നത്, എന്നെ അവൻ ഒബ്സർവ് ചെയ്യുന്നു. ഒരിക്കലും അല്ല ദൈവമക്കളെ. നീ ഒരു മനുഷ്യന് പച്ചവെള്ളം കൊടുത്താൽ, ഒരു മനുഷ്യന് നീ ചെയ്യുന്ന സഹായങ്ങൾ എന്തു ആയിക്കൊള്ളട്ടെ, സകലതും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കാണുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ സ്തോത്രം. ശത്രു എത്ര ദുഷ്ടത നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചോട്ടെ, അതിനെല്ലാം ഒരു അതിര് വെച്ച് ആമേൻ സ്തോത്രം, അതിനു വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദൈവം അത് ഓരോന്നും കണ്ട് ശോധന ചെയ്ത് നിനക്ക് ഉത്തരമറിയുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അപ്പൊ ഹൃദയങ്ങളെ അന്തരീന്ദ്രിയങ്ങളെ എന്ത് ചെയ്യുന്നു, കാണുന്നവൻ. ഇവിടെ നമുക്കറിയാം, ഹാഗാറിനെ കണ്ടു. ആ മരുഭൂമിയിൽ അവൾ ഓർത്ത് അവൾക്ക് വേണ്ടി ആർ സഹായിക്കും എന്നല്ലേ, അവൾ വളരെ വേദനപ്പെട്ട് ആമേൻ സ്തോത്രം, ആ കഷ്ടതയുടെ ആ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ അവൾ സഞ്ചരിച്ചു. ഹല്ലേലൂയ. അവൾക്ക് ഈ ഒരു അവസ്ഥ വന്നു. പല പല ചിന്തകൾ ഒരുപക്ഷെ അവളുടെ ഹൃദയത്തിലൂടെ പോയി കാണും. പക്ഷെ ആമേൻ സ്തോത്രം, അവിടെ ദൈവം അവളെ എന്ത് ചെയ്തില്ല, കാണാതെ പോയില്ല. ആമേൻ സ്തോത്രം. അവൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തു. അവൻ നീരുറവ ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയ. തീച്ചൂളയുടെ നടുവിൽ അവർക്ക് വേണ്ടിയത് അതായത് നമുക്കറിയാവുന്നതാണ്, ആ ഒരു അധ്യായങ്ങൾ വായിക്കും, ഒരു തീയുടെ ഗന്ധം പോലും അവരെ തട്ടാതെ വണ്ണം ആമേൻ സ്തോത്രം അവരെ എന്ത് ചെയ്തു, ദൈവം കണ്ട് അവിടെ വിടുതലയച്ചു. സിംഹക്കുഴിയിൽ ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ വായടച്ചു. ആ പൈതലിനെ, അല്ലെങ്കിൽ ആ ദൈവ പൈതലിനെ ദൈവം അവിടെ കണ്ടു അല്ലേ. അതിനനുസരിച്ച് ദൈവം അവിടുത്തെ ദൈവ പ്രവൃത്തി നൽകി. ആമേൻ സ്തോത്രം. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ, ആരും കാണാതെ വണ്ണം, സ്വന്തം അപ്പനോ അമ്മയോ കാണാതെ വണ്ണം നിന്റെ കട്ടിലിൽ നീ എത്രയോ വട്ടം ഉറങ്ങുമ്പോൾ ആമേൻ സ്തോത്രം, നീ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. ബാത്റൂമിൽ ആരും കാണാതെ വണ്ണം, ഹല്ലേലൂയ, എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്ക് ഈ ഒരു കഷ്ടത വന്നല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് ആമേൻ സ്തോത്രം നിലവിളിച്ച് കരയുന്ന വ്യക്തി ജീവിതമാണ് എന്നെ കേൾക്കുന്നത്. ഹല്ലേലൂയ. എനിക്കിതെങ്ങനെ സംഭവിച്ചു, ഇതിൽ നിന്ന് എനിക്കൊരു മാറ്റമില്ലേ, നിരാശയുടെ വക്കിൽ പോയി ഹല്ലേലൂയ ആയിരുന്ന ഒരു ഹൃദയമുള്ള വ്യക്തി ജീവിതമാണ് എന്നെ കേൾക്കുന്നത്. ആമേൻ സ്തോത്രം. എങ്കിൽ ഹല്ലേലൂയ എനിക്കൊന്നേ പറയാനുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യുക, രക്ഷിതാവായി സ്വീകരിക്കുക. ഈ ദൈവം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ ഓരോ അവസ്ഥകളെ ഒരു മനുഷ്യനും ചെന്ന് പറയേണ്ട കാര്യമില്ല, സകലതും അറിയുന്നവനാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഓർക്കും, ആമേൻ സ്തോത്രം, എന്നെ കണ്ടിട്ട് എന്നെ ദൈവം എന്നെ എത്രയോ നാളായിട്ട് വിടുവിക്കാത്ത, ഇതെല്ലാം കാണുന്നില്ല ആമേൻ സ്തോത്രം. പക്ഷെ ദൈവത്തിനൊരു ടൈമുണ്ട് ദൈവമക്കളെ, ഒരു തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തുമെന്നാണ് തിരുവെടുത്ത് പറയുന്നത്. ചില വിഷയങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടുക, പക്ഷെ ചിലതൊക്കെയും ദൈവത്തിന്റെ ഉദ്ദേശം മറ്റൊന്നായിരിക്കും. അത് ദൈവകരത്തിൽ തന്നെ വിട്ടുകൊടുക്കുക, ദൈവ സമയത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. അപ്പൊ അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രയാസം വരികയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്ത എന്താണ്, നമ്മളെ കാണുന്നവനാണ്. പല അവസരങ്ങളിൽ പലരും നമ്മളെ കണ്ടിട്ടും കാണാതെ പോകും അല്ലേ. പല സിറ്റുവേഷനിൽ വരുമ്പോൾ, ചില സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ആമേൻ സ്തോത്രം, നമ്മൾ പ്രതീക്ഷിക്കുന്നവർ നമ്മളെ കണ്ടിട്ടും കാണാതെ പോയിട്ടില്ലേ.
സ്തോത്ര. എത്ര സഹായിച്ചിട്ട് ഒന്ന് സഹായിക്കണമെന്ന് അവർക്കുണ്ട്, പക്ഷെ അവരെന്തോ മനസ്സിനെ കഠിനമാക്കി നമ്മളെ വിട്ട് അകന്നു പോയിട്ടില്ലേ? സ്തോത്ര. ഒരു ചെറിയ സഹായം പോലും നമുക്ക് ചെയ്യാതെ വണ്ണം നമ്മുടെ അവസ്ഥ എന്താന്ന് പോലും, എന്നാ പറ്റി, സുഖമാണോ അല്ലെങ്കിൽ എന്താന്ന് പോലും ചോദിക്കാതെ വണ്ണം എത്ര പേര് നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെയൊക്കെ നമുക്ക് എത്രമാത്രം പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും, ഒരു കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോൾ, തീച്ചൂള പോലത്തെ വിഷയത്തിൻ്റെ നടുവിലാകുമ്പോൾ സ്തോത്രം, ഒന്ന് വന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും ഇല്ലാതവണ്ണം ഭാരപ്പെടുന്നവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളെ തേടി ഒരു ദൈവ സ്നേഹം വരും. ഹല്ലേലൂയ. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം നിങ്ങളെ എന്ത് ചെയ്യും? അറിയും. സ്തോത്ര. ദൈവത്തിന് ഒരു വിഷയം ഒന്നുമല്ല. ഹല്ലേലൂയ. ഒരു കാര്യം അവന് ദൈവസന്നിധിയിൽ എന്തല്ല, വളരെ നിസ്സാരമാണ് നമ്മുടെ ദൈവത്തിന്. ആ ദൈവത്തിൻ്റെ കരുത്തിലേക്ക് എന്ത് ചെയ്യുക? ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഇപ്രകാരം നമുക്ക് ഇനി തൊട്ട് പ്രാർത്ഥിക്കാം. എന്നെ കാണുന്നവൻ, എൻ്റെ വിഷയങ്ങളെ കണ്ടറിഞ്ഞ് എൻ്റെ ഹൃദയത്തെ ആരായുന്നവൻ. ഹല്ലേലൂയ. ആ ദൈവത്തിന് നമുക്ക് എന്ത് ചെയ്യാം? സ്തോത്രം പറയാം. സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചിന്താവിഷയം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മൾ എന്ത് ചെയ്യണം? കാണുവാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതേപോലെ നമ്മളിപ്പോൾ അതായത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ യാചനകളും മാത്രം കേൾക്കുന്ന ദൈവമല്ല. അതാണ് ഓൾറെഡി പറഞ്ഞു. നമ്മുടെ എന്തും കാണും. നമ്മളപ്പോൾ ഓർക്കുക, ഒരു മറു സൈഡിൽ നമ്മൾ ചിന്തിക്കുക, മറ്റൊരു വശം നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഓരോ നിമിഷം ചെയ്യുന്ന ഒരു പാപങ്ങൾ, ഹല്ലേലൂയ, ഇവൻ ഇപ്പോൾ കൊലപാതകങ്ങളോ വലിയ വലിയ തെറ്റുകുറ്റങ്ങളോ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഒരു അസൂയ വന്നാൽ മതി, അതൊരു പാപചിന്തയാണ്. അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരാളെ എന്നൊരു ചിന്ത വന്നാൽ മതി, അല്ലെങ്കിൽ ജഡീകമായ ഇതെല്ലാം പാപമാണ് ദൈവസന്നിധിയിൽ, അല്ലേ? അപ്പൊ ഈ ചിന്തകളെയല്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചിന്തകൾ നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കും. ഇതെല്ലാം ആരറിയുന്നുണ്ട്? നമ്മുടെ ദൈവം അറിയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? എത്രത്തോളം ഭക്തിയോടെ ജീവിക്കണം ഈ നാളുകളിൽ. ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രഹസ്യ പാപങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ വെക്കുന്നുണ്ട് ദൈവം. ഹല്ലേലൂയ. അപ്പം അപ്പൻ്റെ കണ്ണ് നമുക്ക് വെട്ടിക്കാം, അമ്മയുടെ കണ്ണ് നമുക്ക് വെട്ടിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഭർത്താവിൻ്റെ കണ്ണ് നമുക്ക് വെട്ടിക്കാം, സകലരുടെയും കണ്ണ് നമുക്ക് മൂടികെട്ടാം. ഒരു പക്ഷെ സ്തോത്ര, നീ ചെയ്ത ഓരോ ദുഷ്ടത കൊണ്ട് സ്തോത്ര വെറുതെ ദ്രോഹിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും ദുഷ്ടത പ്രവർത്തിക്കുന്നതുമായ കൈകളാണെങ്കിൽ ഒന്ന് ഓർക്കുക, നിനക്ക് ഇതെല്ലാം, ഇതുപോലത്തെ പാപ സ്വഭാവങ്ങൾ ഇതെല്ലാം മനുഷ്യരിൽ നിന്ന് നിനക്ക് മറച്ചു വെക്കാം. പക്ഷേ സർവശക്തനായ ദൈവത്തിൽ നിന്നൊന്നും നിനക്ക് മറയ്ക്കുവാൻ കഴിയില്ല. കാരണം നിന്റെ പാപങ്ങളെയും നിന്റെ രഹസ്യ പാപങ്ങളെയും സകലതും അറിയുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. സ്തോത്ര. അത്ര സർവശക്തനായ ദൈവമാണ്. അപ്പോൾ ഇതൊന്നും ഒരു നിസ്സാരമായി സ്തോത്ര മറ്റുള്ളവർ കാണുമ്പോൾ നീ ഒരു പക്ഷെ വിശ്വാസിയായിരിക്കാം, മറ്റുള്ളവർ കാണുമ്പോൾ നിനക്കൊരു വിശ്വാസി എന്നൊരു പട്ടം ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല ദൈവമക്കളെ. നമ്മളെപ്പോഴും നമ്മുടെ ഒരു കഷ്ടതയെ നിലവിളി മാത്രം ദൈവം കാണുന്നുള്ളൊന്നല്ല, അത് കാണും, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പക്ഷെ മറ്റു വശത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതായിക്കോട്ടെ ചില ക്രമീകരണങ്ങൾ വരുത്തണം, എന്തായിക്കോട്ടെ ചിന്തകൾ, പ്രവൃത്തികൾ, ഇതെല്ലാം നമ്മളെ എന്ത് ചെയ്യുക? ഒരു സ്കാൻ ചെയ്യുന്നത് പോലെ സർവശക്തൻ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട്. സ്തോത്ര. അപ്പൊ നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യ പാപങ്ങളുണ്ടല്ലോ, ചില പാപ സ്വഭാവങ്ങളുണ്ടല്ലോ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തു വരണം. ഇതൊന്നും നിസാരമാക്കി എത്ര നാൾ നീ നിന്റെ ജീവിതത്തിൽ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കും, ആരും കാണാതെ വണ്ണം. ഒരു ദിവസം ഇതെല്ലാം എന്ത് ചെയ്യും? ദൈവം പുറത്തു കൊണ്ടുവരും. അതിനു മുമ്പ് തന്നെ ദൈവസന്നിധിയിൽ അതെല്ലാം പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തന്നെത്താൻ എന്ത് ചെയ്യുക? ശുദ്ധീകരിക്കുക. ആമേൻ. ഇതാ സുപ്രഭാത കാലം, ഇതാ രക്ഷാ ദിവസം. ഹല്ലേലൂയ. ഇനി ഇങ്ങനെ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ലഭിച്ചെന്ന് വരികയില്ല. നാളത്തെ ദിവസം ഉണ്ടെന്ന് പോലും നമുക്ക് അറിയില്ല ദൈവമക്കളെ. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക? തന്നെത്താൻ കഴുകി ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലായിരിക്കുക. രഹസ്യ പാപങ്ങളും സ്വഭാവവും നമുക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. കാരണം ഹൃദയത്തിലെ ചിന്തകളും സകലത്തെ അറിയുന്ന ദൈവം, ആ ദൈവസന്നിധിയിൽ നിന്റെ പാപത്തെ ഏറ്റുകൊടുക്കുക. ഈ ഒരു സമയം ദൈവസന്നിധി, ഈ ഒരു സമയം, ഈ ഒരു വചനപ്രകാരം കർത്താവെ അങ്ങനെ കാണുന്നവൻ, അങ്ങനെ സകലതും അറിയുന്നവൻ. ഇന്ന് വരെ ഞാൻ അങ്ങയോട് ചെയ്തു പോയിരിക്കുന്ന രഹസ്യ പാപങ്ങൾ ഇന്നിന്ന പ്രകാരങ്ങളുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടപ്പാ, ഇനി ഞാൻ അത് ചെയ്യുകയില്ല, അല്ലേ? ആ പാപിനിയായ സ്ത്രീയോട് ദൈവം എന്താണ് പറഞ്ഞത്?
നീ മേലാൽ നീ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ തന്നെത്താനുള്ള സ്വഭാവങ്ങൾ സകലതും എന്ത് ചെയ്യുക, ദൈവസന്നിധിയിൽ അത് മാറ്റിവെച്ച് ആ വസ്ത്രം അങ്ങ് ഉരിഞ്ഞു കളയുക ദൈവസന്നിധിയിൽ. എന്നിട്ട് ക്രിസ്തുവിനോട് ചോദിച്ച് ആമേ സ്തോത്രം വിശുദ്ധിയുടെ വസ്ത്രമെടുത്ത് ധരിച്ച് ഹല്ലേലൂയ ദൈവത്തെ പ്രസാദിപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോവുക. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മളെ മുഴുവനും കാണുന്ന ദൈവം, ആ ദൈവത്തിന് എന്നും നമുക്ക് സ്തോത്രം ചെയ്യുക. നീ ഏത് കഷ്ടതയുടെ നടുകുഴിയിലാണെങ്കിലോ, എത്ര കുണ്ടറയിലാണ് നീ കടക്കുന്നുവെങ്കിലോ, ദൈവമക്കളെ നീ നമ്മൾ മറന്നു പോകണ്ട, എന്നെ ദൈവം കാണുന്നില്ല എന്ന് നീ ചിന്തിക്കേണ്ട. ഹല്ലേലൂയ. യോസേഫിനെ കാരാഗൃഹത്തിൽ ആമേ സ്തോത്രം അവനെ ആക്കിയതും ദൈവമാണ്. ആ കാരാഗൃഹത്തിൽ ഓരോ നിമിഷം ഓരോ സെക്കൻഡും ദൈവം കണ്ടു. ഹല്ലേലൂയ. ആമേ സ്തോത്രം പത്രോസിനെ ദൈവം കണ്ടു അല്ലെ. കാരാഗൃഹത്തിൽ എന്ത് ചെയ്തു, അവിടെ ആ കാരാഗൃഹത്തിൽ അടച്ച ടൈം മുതൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു, പത്രോസിനെ കണ്ടു. വിടുതലിന്റെ സമയം അപ്പൊ ദൂതനെ അയച്ച് എന്ത് ചെയ്തു, വിടുതൽ കൊടുത്തു. അതുകൊണ്ട് നീ കഷ്ടതയുടെ അടിത്തട്ടി കടക്കുമ്പോഴോ, ഈ വചനമൊക്കെ ഞാൻ കുറെ കേട്ടതാണ്, ഇതിൽ നിന്നൊന്നും എനിക്ക് വിടുതലില്ല എന്ന് നീ ചിന്തിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതം എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ, നിന്റെ വിടുതലിന്റെ സമയമാകുമ്പോൾ ദൈവം എന്ത് ചെയ്യും, തക്ക സമയത്ത് പ്രവൃത്തി അയക്കും. വിശ്വസിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. ഈ വചനം എൻ്റെ ബന്ധനങ്ങൾ അഴിയുമെന്ന് തന്നെ വിശ്വസിക്കുക. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ കാണുന്നവനായ അയൽ രോഗിയായ ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യാം, സ്തുതിക്കാം, സ്തോത്രം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. അതുകൊണ്ട് ഈ വചനങ്ങളാ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.